ഇടുക്കി ശങ്കരപാണ്ഡ്യ മേട്ടിലെ അനധികൃത നിർമ്മാണത്തിൽ റവന്യൂ ഉദ്യോഗസ്ഥരുടെ ഒത്താശയുണ്ടെന്ന് ആരോപിച്ച് പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ കെയർ കേരള വിജിലൻസിൽ പരാതി നൽകിയിരിക്കുകയാണ്. സ്റ്റോപ്പ് മെമ്മോ അവഗണിച്ച് റോഡ് നിർമ്മാണം പൂർത്തിയാക്കിയതും സർവേ നടപടികൾ നിർത്തിയതും ഇതിന് തെളിവാണ്. ചക്രമുടിയിലെ കയ്യേറ്റങ്ങൾക്ക് നേതൃത്വം നൽകിയവർ തന്നെയാണ് ശങ്കരപാണ്ഡ്യ മേട്ടിലും അനധികൃത നിർമ്മാണം നടത്തുന്നത്. ഇടുക്കി രാജകുമാരി വില്ലേജിലെ ശങ്കരപാണ്ഡ്യൻമെട്ടിലെ അനധികൃത റോഡ് നിർമ്മാണത്തിനെതിരെ റവന്യൂ വകുപ്പ് സ്റ്റോപ്പ് മെമ്മോ നൽകിയിരുന്നു. ഇതിനുശേഷവും നിർമ്മാണം തുടർന്നു. ഈ സാഹചര്യത്തിലാണ് റവന്യൂ ഉദ്യോഗസ്ഥരുടെ അടക്കം പങ്ക് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഗ്രീൻ കെയർ കേരള രംഗത്തെത്തിയിരിക്കുന്നത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയ ഘട്ടത്തിൽ തന്നെ പരാതി ഉയർന്നെങ്കിലും ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്താൻ റവന്യൂ ഉദ്യോഗസ്ഥർ തയ്യാറായിരുന്നില്ല. പിന്നീട് മാധ്യമ വാർത്തകളെ തുടർന്ന് രാജകുമാരി വില്ലേജ് ഓഫീസർ സ്റ്റോപ്പ് മെമ്മോ നൽകി. ഇവിടെ സർവേ നടത്താനും തീരുമാനിച്ചു. എന്നാൽ ഇപ്പോൾ സർവേ നടപടികൾ നിർത്തിവെച്ചിരിക്കുകയാണ്. റെഡ് സോണിൽപ്പെട്ട ഈ ശങ്കരപാണ്ഡ്യമേട്ട് കുത്തനെ ചരിഞ്ഞ സ്ഥലമാണ്. ഇവിടെയെല്ലാം യന്ത്രങ്ങൾ ഉപയോഗിച്ച് തലങ്ങും വിലങ്ങും റോഡും വെട്ടി അതിനുശേഷം പഞ്ചായത്തുകാരുടെ ഒത്താശയോടെ ആദ്യം വില്ലേജുകാരുടെ ഒത്താശ ചെയ്യും. അതിനുശേഷം വലിയ കെട്ടിടങ്ങളിൽ ഇവർ പണിയും. അപ്പോഴത്തേനും ഏതെങ്കിലും വലിയ മഴയത്ത് ഇടിഞ്ഞ് താഴേക്ക് വന്നാലും അവിടെ താഴെ മഞ്ഞക്കുഴി ആദിവാസി ഉന്നതിയാണ്. ഇതെല്ലാം മൂടപ്പെട്ടു പോയാലും ഇവർക്കൊന്നും വിഷയമില്ല. ഇവർക്കെല്ലാം തൽക്കാലം ഇവരുടെ കീശ വീർപ്പിച്ചാൽ മതി. വിഷയത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് വിജിലൻസിനും ഇടുക്കി ജില്ലാ കളക്ടർ, ദേവികുളം സബ് കളക്ടർ, ഉടുമ്പൻചോല തഹസിൽദാർ എന്നിവർക്കും ഗ്രീൻ കെയർ കേരള പരാതി നൽകി. അമൃത ന്യൂസ്, ഇടുക്കി.